അല്ല ബള എൻ്റെ വീഡിയോയിൽ ഒന്നും ഈ ഒരു കാളന്നെ ഉള്ളല്ലോ, വേറെ ഇല്ലേനൊക്കെ കാണിച്ചോണ്ട, വേറെ മൂരിയൊന്നും ഇല്ല ചോദിച്ചിങ്ങാണ്ട് കമൻറ്റും മെസ്സേജൊക്കെ വരലുണ്ട് കേട്ടോ. ഇതിനെ തന്നെ തീറ്റിപ്പോറ്റാൻ ചില്ലറ ചിലവാന്ന് ഞങ്ങൾ വിചാരം. പിന്നെ തടിക്കും നല്ല മനക്കേടുണ്ട്. ഇപ്പാക്ക് ഇതിനെക്കുറിച്ച് അതിൻ്റെ ഒരു ABCD അറിയണോണ്ട് തിരക്കേടില്ല. പിന്നെ പറഞ്ഞാൽ നല്ല കായ്ക്ക് മുടക്കില്ല സാധനമാണ്, വാങ്ങാനാണെങ്കിലും നിർത്താനാണെങ്കിലും. അപ്പം ഇപ്പം തൽക്കാലം നമ്മളവിടെ ഇത് തന്നെ ഉള്ളൂ. പിന്നെ ജോഡി അത് സെറ്റാക്കി കൂടെ എന്നൊക്കെ പറയും. ജോഡി എപ്പോഴെങ്കിലുമൊക്കെ ഉണ്ടാകലുള്ളൂ കേട്ടോ, അല്ലാതെ എപ്പോഴൊന്നും നമ്മളടുത്ത് ജോഡി ഉണ്ടാവില്ല. വേറെ ലോലെ കന്നുമ്മയാണ് നമ്മൾ പൂട്ടൽ കേട്ടോ. വീട്ടിലിപ്പോൾ കുറച്ചധികം കന്നാളെ കൊടുന്നോണ്ട് തന്നെ ഇവനെ കുളിപ്പിച്ചിട്ട് 2 ദിവസമായിനി. അത്രയൊന്നും വകലില്ല. അപ്പാക്ക് തന്നെ ഭയങ്കര ഗതികേടായിനി കേട്ടോ. ഇന്ന് പുറത്തേക്ക് ഇറക്കിയാണ് കേകിയപ്പോൾ ആൾക്കും നല്ല സന്തോഷമായിക്കണ്. ചൊറിഞ്ഞും മാന്തി അങ്ങോട്ടും ഇങ്ങോട്ടും നിന്നൊക്കെ ഇങ്ങനെ നിൽക്കുക കേട്ടോ. അങ്ങനെ പുറത്തേക്ക് കെട്ടിയ ഇടയിലാണ് ഇപ്പോൾ വേഗം ബാക്കിയുള്ള പണികളൊക്കെ നോക്കുക. വൈക്കോൽ ഉണക്കാനാണ് ഇപ്പോൾ പണി എന്നാണ് ഇപ്പോൾ പറയണത്. ഈ മഴ പെട്ടെന്ന് പെയ്യണോണ്ട് ഒഴിഞ്ഞൊന്ന് നിർത്തിയിട്ട് എങ്ങോട്ടും തിരിയാൻ കോലല്ല അറിയുന്നുണ്ട്. നോക്കി നിങ്ങൾ കുളിയൊക്കെ കഴിഞ്ഞ് ഇവിടെ നിർത്തിയിരിക്കണം കേട്ടോ. പറഞ്ഞു വലിയാതെ എടുക്കണ്ടില്ല ഇനി അറിയുന്നുണ്ട്. പിന്നെ കുളിപ്പിച്ചല്ലേ കരുതിങ്ങാണ്ടാണ് ഞാൻ അങ്ങനെ എടുത്തത്. ഇനിയിപ്പോൾ ഒരു പൂട്ടിനില്ല ഒരുക്കത്തിലാണ്. ഇൻഷാ അല്ലാ അധികം വൈകാതെ നമ്മൾ പൂട്ടണം കരുതുന്നുണ്ട്. 1-2 ഇങ്ങനെ തട്ടിത്തടവ് ഉണ്ടായതുകൊണ്ട് പൂട്ട് നീണ്ടതാണ് ഏതായാലും. പിന്നെ അതേപോലെ ഇന്നലെ എന്നോട് ഒരാൾ ചോദിച്ചു ഇനി കൗത്തത്തെ ചെയിൻ എവിടുന്നാ കിട്ടാന്നുള്ളത്. വളാഞ്ചേരി നിന്നാണോ കേട്ടോ വാങ്ങിക്കണത്. ഞാൻ പട്ടാമ്പി അതേപോലെ കോട്ടക്കലും ഒക്കെ അങ്ങനെയാണ് പറഞ്ഞിരുന്നത്. അപ്പോൾ ഉപ്പാനോട് ചോദിച്ചപ്പോൾ ഇത് വാങ്ങിയത് വളാഞ്ചേരി എന്നാണ് പറയുന്നുണ്ട് കേട്ടോ. ഇതിനെ പുറത്ത് കെട്ടിയ ഇടയിൽ ഇപ്പോൾ വേഗം തൊഴുത്തൊക്കെ നന്നാക്കാണ് കേട്ടോ. നാൽക്കാലിയാളെ കാര്യം എന്ത് ചെയ്യാനും ഉപ്പാക്കൊരു മടിയില്ല കേട്ടോ. അല്ല ഞങ്ങളെ കാര്യം ചെയ്യാനുണ്ട് എന്നല്ല, അല്ലെങ്കിൽ ബാക്കിയുള്ളവരത് ഉണ്ട് എന്നല്ല. ഇതൊക്കെ ഇപ്പോൾ ഒറ്റയ്ക്ക് തന്നെ അധികം ചെയ്യാം. അമ്മയും കൂടി കൊടുക്കുന്നാലും അധികം ഒപ്പം തന്നെ കേട്ടോ അതൊക്കെ ചെയ്യുക. അമ്മക്കകത്ത് പണി ഉണ്ടാകുകൊണ്ട് അങ്ങനെ അത് അതിനവിടെ കുളിപ്പിച്ച് വലിയാൻ വെച്ചിക്കണം. ഇനി 2 ഫോട്ടോ ഒക്കെ എടുക്കണം ഞാൻ വിചാരിക്കുന്നുണ്ട്. പിന്നെ ഞാനിതിനെങ്ങനെ പെരുമാറുമ്പോൾ പറയും കരുതണം കേട്ടോ കാളയാണെന്നൊക്കെ പറയും. ശരിയാണ് കാളന്നെയാണ്, എന്നാലും കൊടുന്നപ്പത്തെ ആലമ്പൊന്നും ഇപ്പം നമ്മളായിട്ടില്ല ഏതായാലും. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ.